ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതേ പവിത്ര തന്നെ വഞ്ചിച്ചെന്നും പറഞ്ഞ് പാവാരും തലയ്ക്ക് ഭ്രാന്തം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും അടക്കം നടക്കുക കേട്ടോ. അപ്പോൾ പവിത്രയുടെ കാമുകൻ ആരാണെന്ന് അരുണിന് അറിയണം. അത് അറിഞ്ഞിട്ടേ ബാക്കി കാര്യം എന്തും ചെയ്യുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അതെ അരുൺ ഇതൊക്കെ വന്ന് പിറകിൽ നിന്ന് കണ്ണ് പൊത്തിയപ്പം അരുണേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ, എന്താ അരുണേട്ട ഇത്, എന്നെ പറ്റിക്കരുത് കേട്ടോ എന്ന് പറയുക. അപ്പോൾ അതേടി, ആരും നിന്നെ പറ്റിക്കരുതെന്ന് മനസ്സിൽ പറയുവാണ് നമ്മുടെ അരുൺ. അന്നേരം ഞാനേ ആകെ പേടിച്ചു പോയി, ഇതാരാ എന്നെ കണ്ണു പൊത്തിയെന്ന് വിചാരിച്ചു എന്നൊക്കെ പവിത്ര പറയുമ്പോൾ, അതാരാ, ഞാനല്ലാതെ നിന്റെ കണ്ണു പൊത്താൻ സ്വാതന്ത്ര്യമുള്ള മറ്റൊരാൾ എന്ന് ചോദിച്ചപ്പം, ഒന്ന് പോയി എൻ്റെ അരുണേട്ടനല്ലാതെ എൻ്റെ മനസ്സിൽ കോണിൽ പോലും ആരുമില്ല എന്ന് നമ്മുടെ പവിത്ര അന്നേരം പറഞ്ഞു. അപ്പോൾ അതെനിക്ക് മനസ്സിലായടി വഞ്ചകി എന്ന് അരുൺ മനസ്സിൽ പറയുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മോഹിനി അതുവഴി വരുന്നതും ഇവർ രണ്ടുപേരെയും കാണുന്നതും. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ മോഹിനിക്ക് ഭയങ്കര സന്തോഷം, മക്കൾ ഭയങ്കര സന്തോഷത്തോടെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരിത് മോഹിനിയുടെ മുഖത്തും കാണുന്നുണ്ട്. അപ്പോൾ എന്താ അരുണേ, രണ്ടുപേരും കൂടെ വീണ്ടും വഴക്കായോ എന്ന് ചോദിച്ചപ്പം, അയ്യോ വഴക്കൊന്നും അല്ലമ്മേ, അരുണേട്ടൻ പിന്നിക്കൂടെ വന്ന് എൻ്റെ കണ്ണ് പൊത്തിയപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി, എന്ത് പരിപാടി കാണിച്ചതെന്ന് ചോദിക്കായിരുന്നു എന്ന് പവിത്ര. എന്താടാ നീ കാണിക്കുന്നത്, അതെന്താടാ, എൻ്റെ ഭാര്യയുടെ കണ്ണ് പൊത്താൻ പോലും എനിക്ക് അവകാശമില്ലെന്ന് അരുൺ അന്നേരം ചോദിച്ചു. ക്ലിനിക്കിൽ പോയി വന്നപ്പോൾ മുതൽ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരുന്നവൻ ഇപ്പോൾ വലിയ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ എനിക്ക് സദ്യ വാങ്ങിച്ച് തരാത്ത ആളാണെന്ന് പറയുമ്പം അതൊന്നും കാര്യമാക്കണ്ട, നിനക്ക് എത്ര സദ്യ വേണം, അമ്മയ്ക്ക് വേണം സദ്യ, ഞാൻ വാങ്ങിച്ച് തരാമല്ലോ എന്ന് അരുൺ. അയ്യോ എൻ്റെ പൊന്നെ, എനിക്കൊരു സദ്യയും വേണ്ടേ, എനിക്കതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കുന്നത് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ടാണല്ലോ ഇരിക്കുന്നത്, പിന്നെന്താ കുഴപ്പമെന്ന് അരുൺ അന്നേരം ചോദിച്ചു. അപ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നിടത്തേക്ക് കനകമ്മയും വന്ന് ഹി 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 എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട്. അപ്പോൾ അരുൺ സാറേ, അതെ ഈ കനകമ്മയ്ക്കും വേണം കേട്ടോ ഒരു സദ്യ, ഇന്നല്ല നിങ്ങളുടെ കുഞ്ഞിൻ്റെ 28 കെട്ടിന്. അപ്പോൾ അതിനെന്താ ധൈര്യമായിട്ടിരുന്ന കനകമ്മേ, നിങ്ങൾക്കൊരു സർവാണി സദ്യ ഉണ്ണാനുള്ള ആ ഒരു ഭാഗ്യം വരുന്നുണ്ടെന്ന് പറയുമ്പം, ഈശ്വര ഞാൻ പ്രാർത്ഥിക്കാനും വഴിപാട് കഴിക്കാനോ ഇനി സ്ഥലങ്ങൾ വല്ലതും ബാക്കിയുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിലങ്ങ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം 2 ദിവസത്തെ അവധിയെടുത്ത് ഞാൻ വീട്ടിൽ പോയപ്പോൾ ചന്ദ്രയ്ക്ക് എന്നെ വഴക്ക് പറയുകയായിരുന്നു എന്നും, പിന്നെ അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാ, ലോകം മുഴുവനുള്ള ക്ഷേത്രങ്ങളിൽ പോയി ലീവ് എടുക്കുന്നത് എന്തിനാണെന്ന് വരെ ചോദിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർ നോക്കുവാണ്. ഈ സമയത്ത് ഞാൻ പറഞ്ഞു, പവിത്രമോൾ എനിക്ക് അതുപോലൊരു മോളാണെന്ന്, എൻ്റെ പൊന്നുമോൾക്ക് സുഖപ്രസവം നടത്തി കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടാതെ ഒരു ഈശ്വരന്മാർക്കും ഈ കനകമ്മ സ്വൈര്യം കൊടുക്കില്ല എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഈ കനകമ്മയുടെ ഒരു ആത്മാർത്ഥത, അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കനകമ്മയെ നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അരുൺ കുറച്ച് പൈസ എടുത്ത് കനകമ്മയുടെ നേരെ അങ്ങ് വെച്ച് നീട്ടി. ഈ പൈസ പിടിച്ചോളാൻ പറഞ്ഞു. അയ്യോ വഴിപാട് നടത്താനേ, വഴിപാടും പ്രാർത്ഥനയൊന്നും ഒട്ടും മുടക്കണ്ട, എല്ലാം നന്നായിട്ട് തന്നെ അങ്ങ് നടത്തിയേക്കാൻ പറഞ്ഞു അരുൺ. അപ്പോൾ ഈ പൈസ അരുൺ കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി പവിത്ര. അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും, ഇത്രയും പൈസയൊക്കെ ഇതിനെ കനകമ്മയ്ക്ക് കൊടുക്കുന്നേ ആ ഒരു ഇതിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ അയ്യോ തങ്കക്കുളം പോലുള്ളൊരു മനസ്സാ, സാറിന് നല്ലതേ വരൂ, നല്ലത് മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കനകമ്മ കാശുമായിട്ട് അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് പവിത്ര ഇങ്ങനെ ചോദിച്ചു അരുണിനോട്, എന്തിനാ ഇത്രയും കാശൊക്കെ കൊടുത്ത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയാം. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരൊന്നും രണ്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നിർമ്മലിനെയാണ്. നിർമ്മൽ വെള്ളം അടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഗൗരിക്കുട്ടി പറഞ്ഞ കാര്യങ്ങളും എല്ലാം ആലോചിക്കുകയാണ്. ഭയങ്കരമായിട്ട് ആലോചിച്ച് തലയ്ക്ക് ഭയങ്കര ഭ്രാന്തെടുത്തൊരവസ്ഥ. അതുപോലെ തന്നെ നന്ദ പറഞ്ഞ കാര്യങ്ങളും. അപ്പോൾ ആ ഒരു ഇതായിട്ട് ഇങ്ങനെ അവിടെ ഭയങ്കര ഭ്രാന്തെടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ നിർമ്മൽ. അപ്പോൾ പിന്നെ കാണിക്കുന്ന അരുൺ ആരെയോ ഫോണിൽ വിളിക്കുക, എടാ മനസ്സിനൊരു സമാധാനം വേണ്ടേടാ, അത് ഒട്ടുമില്ല, ഒരു സ്വസ്ഥതയും ഇല്ല, അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് ഒരെണ്ണം കഴിക്കണമെന്ന് തോന്നുമോ, നിനക്ക് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വരണ്ട, ഇപ്പോഴേ എനിക്ക് പറ്റത്തുള്ളൂ, വീട്ടിൽ കുടുംബയോഗം ഉണ്ടെന്നും അതിന് പോകണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുവാണ്. അപ്പോൾ ഉപദേശത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് അരുണിനോട് ഫോണിൽ സംസാരിക്കുക. അപ്പോഴാണ് നമ്മുടെ നിർമ്മൽ അതുവഴി വരുന്നതും അരുണിനെ കാണുന്നതും. അരുൺ നിർമ്മലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അരുൺ മൈൻഡ് പോലും ചെയ്യാതെ അങ്ങ് പോയി. കാരണം കഴിഞ്ഞ ദിവസം നിർമ്മൽ ഇതുപോലെ ചെയ്തതാണല്ലോ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ നിർമ്മൽ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിന്നോട് സംസാരിക്കാനുള്ള ഒരു മൂഡിലല്ല എന്ന് പറഞ്ഞു ഈ അരുൺ. അപ്പോൾ അരുൺ പ്ലീസ് അരുൺ എന്നും പറഞ്ഞ് അരുണിനെ പിടിച്ചു നിർത്തുക നിർമ്മൽ. നിങ്ങൾ അന്ന് കുറേ ചോദ്യങ്ങളായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നില്ലേ എന്ന് നിർമ്മൽ അരുണിനോട് ചോദിച്ചു. അപ്പോൾ അരുൺ ഇങ്ങനെ അന്ന് ചോദിച്ച ചോദ്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുക. അന്ന് ഇതിനൊന്നും മറുപടി പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ അരുണിൻ്റെ മനസ്സിലേക്ക് വന്നു. നിങ്ങൾക്ക് നന്ദയുടെ ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അന്വേഷണത്തിൻ്റെ പിന്നാലെ പോയത്, പക്ഷെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ അന്ന് എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നിർമ്മൽ ഇങ്ങനെ പറയുക നമ്മുടെ അരുണിനോട്. അരുണൊന്നും കേട്ട ഒരു ഇതുമില്ലാതെ നിൽക്കുക.
ഒരു ഒരു വികാരമില്ലാത്ത രീതിയിൽ, അരുൺ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ ഉണ്ട്. അപ്പം നന്ദ എന്നോട് പറഞ്ഞിരുന്നു നന്ദയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും ആരോടും പറയാൻ പാടില്ല എന്നുള്ളത് എന്ന് നിർമ്മലി പറയാം. അപ്പോഴും അരുണിൻ്റെ മനസ്സ് ഡോക്ടർ പറഞ്ഞതിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുക. ഡോക്ടർ പറഞ്ഞതിനെ പറ്റിയും ഇവളെ എടുത്ത് പൊക്കിയത്, പവിത്ര എടുത്ത് പൊക്കിയതൊക്കെ കേട്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കാം. അപ്പോൾ ഗൗരിമോളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നിർമ്മൽ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. ഗൗരിക്ക് അവളുടെ അച്ഛനെ കാണണോ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നൊക്കെ നിർമ്മൽ പറയുമ്പോഴും അരുൺ ഇങ്ങനെ ആ ഒരു മൈൻഡിൽ നിൽക്കും. ഇവൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൗരിമോൾ ഇന്നുവരെ സ്വന്തം അച്ഛനെ കണ്ടിട്ടില്ല, വിധി അല്ലാതെ എന്താ എന്നൊക്കെ ഇങ്ങനെ നിർമ്മൽ ചോദിക്കുന്നു. അപ്പോഴും നിർമ്മൽ പറയുന്നതൊന്നും അംഗീകരിക്കാനുള്ളൊരു നമ്മുടെ അരുണിൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. പവിത്ര ചതിച്ചതാണ് ഉള്ളിൽ കിടക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ നിർമ്മൽ അവിടെ നിന്ന് സകല കാര്യങ്ങളും പറയാണ്. അപ്പോൾ ഒരിക്കലും ഗൗരിയുടെ അച്ഛനെ കണ്ടുപിടിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് നന്ദ ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നിർമ്മൽ പറയുക. പിന്നെ ഗൗതം സാറിനെ പോലുള്ളൊരു അച്ഛനുള്ളപ്പം ഞാൻ അവളെ എൻ്റെ മകളെന്ന ലേബലിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? മറ്റൊരാളുടെ കുഞ്ഞിൻ്റെ അച്ഛനായി നമുക്ക് വേഷം കെട്ടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നിർമ്മൽ വന്ന് അരുണിനോട് ചോദിക്കുക. പറ, ദേ മറ്റൊരാളുടെ കുഞ്ഞിനെ കൊണ്ട് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അച്ഛാ എന്ന് വിളിപ്പിക്കണോ വേണോന്ന് നിർമ്മൽ ഇത് ചോദിച്ചപ്പോഴല്ല അരുണിൻ്റെ മെമ്മറിയിൽ അതാണ് തറഞ്ഞു കിടക്കുന്നത്. ഇത് അരുണിന് അങ്ങനെ വരാന്നില്ല. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അരുൺ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് നിർമ്മൽ. ശരിയാ, നീ പറഞ്ഞതാ ശരി, നീ പറഞ്ഞത് തന്നെയാണ് ശരി. മറ്റൊരാളുടെ കുഞ്ഞും എന്നെ അച്ഛാന്ന് വിളിക്കേണ്ട സാഹചര്യം എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അരുൺ ഇങ്ങനെ നിന്ന് പറയുന്നു. അപ്പം നിർമ്മൽ ഓർക്കണം ഇവനിതെന്താ പറ്റിയത്? ഒരു ഗതി ഇതില്ലാത്ത രീതി പറയുന്നു. ഞാൻ തന്നെ ആ സാഹചര്യം ഒഴിവാക്കാം. അല്ല ആരുടെ കാര്യം താനീ പറയുന്നത് ചോദിച്ചപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ പറയുന്നതെന്ന് അരുൺ നിർമ്മലിനോട് പറയാം. അപ്പോൾ അതെ അരുൺ എന്താടോ എന്നിങ്ങനെ നിർമ്മൽ ചോദിച്ച സമയത്ത് നമ്മുടെ അരുൺ നിർമ്മലിനോട് താങ്ക്സ് പറഞ്ഞു. അതും പറഞ്ഞ് അരുൺ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നിർമ്മൽ പറഞ്ഞതെല്ലാം വേസ്റ്റുമായി. അതൊക്കെ കഴിഞ്ഞ് നിർമ്മൽ ഇങ്ങനെ ആലോചനയായിട്ട് അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് ഇന്ത്യ വരത്തിൽ എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുക. പിങ്കിയുണ്ട്, സകലമാന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ആ വീട്ടിൽ സംസാരിക്കുമ്പം മഹാദേവൻ്റെ ഏട്ടൻ്റെ ഓർമ്മ ദിവസമാണ് വരുന്നതെന്നും അത് കാര്യമായിട്ട് തന്നെ ആചരിക്കണമെന്നും അതെൻ്റെ ആഗ്രഹമാണെന്നൊക്കെ അരുന്ധതി ഇരുന്ന് പറയുമ്പം അതിനിപ്പോൾ എന്താ ഏട്ടത്തി, എല്ലാ വർഷവും നമ്മളെല്ലാവരും ചേർന്ന് അമ്പലത്തിൽ പോവാറുള്ളതല്ലേ, അതുപോലെ പ്രാർത്ഥിക്കാറുള്ളതല്ലേ, പിന്നെന്താ കുഴപ്പം? അപ്പോൾ അതൊന്നും പോരാ, എനിക്കും പ്രായമായി വരികയാണെന്നും പിന്നെ ഇനി എത്ര നാളുണ്ടെന്നൊന്നും ഈശ്വരന് മാത്രമല്ലേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഇത്തവണ ഓർമ്മ ദിവസം ഗംഭീരമാക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം നമുക്കൊരു അന്നദാനം നടത്താൻ വല്യമ്മേ, ക്ഷേത്രത്തിൽ വെച്ച് നടത്താം, അതിനുള്ള ഏർപ്പാടും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം. നീ അതിന് യോഗ്യൻ എന്ന് അരുന്ധതി അങ്ങ് പറഞ്ഞു. മൂത്ത മകനായിട്ട് തന്നെയാണ് ദേവേട്ടൻ നിന്നെ കണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഗൗതത്തിൻ്റെ ആ ഒരു സ്ഥാനമാനങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ അരുന്ധതി അവിടെ ഇരുന്ന് ഘോര പ്രസംഗിക്കുക. അപ്പോഴും നമ്മുടെ അരുൺ ഇതൊന്നും ബാധകമല്ലാത്ത രീതിയിൽ എന്തൊക്കെയോ ആലോചിച്ച് കുറിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരിക്കുന്നു. പ്രിയയോട് പോലും നീ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് ആ ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതെല്ലാം വിശദീകരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴും അരുൺ ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് അങ്ങോട്ട് കയറി പറ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഓരോന്ന് പറഞ്ഞു. പറ എന്നും പറഞ്ഞു ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുക. അപ്പോൾ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യണമെന്നുണ്ടോ ദേവേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടെന്ന് അരുന്ധതി ചോദിച്ചു. അല്ല, അന്നദാനവും പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ ധാരാളമല്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്തായിരുന്നു അവിടെ ഒരു കുശുകുശുപ്പ് എന്ന് അരുന്ധതി മോഹിനിയോട് ചോദിക്കുമ്പം അതെ അത് പിന്നെ ഒരു കാര്യം പറയണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഇവർ. പിന്നെ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ പറയാമെന്ന് മോഹിനി പറയുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മോഹിനി പറഞ്ഞ ജഗന് പിന്നെ ആ കാര്യത്തിലൊരു അപ്പീലില്ലല്ലോ അല്ലേ? പറഞ്ഞോ എന്താ കാര്യമെന്ന് ചോദിച്ചു. അത് തന്നെ ഇത് ഇത്തിരി ഗൗരവമുള്ള കാര്യമാണ് ഏട്ടത്തി, അടിയന്തരമായി ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതുമാണ്, എല്ലാവരും അതൊന്ന് മനസ്സിൽ കരുതി വെക്കണം എന്നൊക്കെ പറഞ്ഞു. ശടാ ഇതിനെന്തിനാണ് ഇത്രയ്ക്കൊക്കെ ആമുഖം, നീ കാര്യം പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അരുൺ ഇങ്ങനെ നോക്കുക ഇവർക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ലക്ഷ്മി ആണെങ്കിൽ ഇപ്പോൾ ഭൂലോക അഹങ്കാരി ആയതുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ എല്ലാവരും പുച്ഛഭാവത്തോടു കൂടി നോക്കിയിരിക്കുന്നു. അരുന്ധതി ഏട്ടത്തിക്ക് പ്രായമായി വരികയാണെന്നും പിന്നെ ഹിന്ദി വാരത്തിൻ്റെ സർവാധികാരിയായി കാരണവത്തിയായി ഏട്ടത്തി ഇരിക്കുന്നിടത്തോളം കാലത്ത് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. പക്ഷേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മുഖവരിടാതെ കാര്യം പറയാൻ പറഞ്ഞു. നൈസായിട്ട് സ്വത്ത് വീതം വയ്ക്കുന്ന കാര്യമാണ് രണ്ടെണ്ണങ്ങളും കൂടെ പറയുന്നത്. അപ്പോൾ ഇളയമീത് എന്ത് വർത്തമാനം ഈ പറയുന്നത്, സ്വത്തിൻ്റെ പേരിൽ വഴക്ക് കൂടാൻ ഇവിടെ ആരിയ്ക്കുന്നു എന്ന് ഗൗതം അന്നേരം ചോദിച്ചു. അല്ല നിങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ എന്ന് പുള്ളിക്കാരി കയറി ഒരു ഡയലോഗും കൂടി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുവാണേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുക. അരുണിനൊന്നും ബാധകമല്ലാത്ത രീതിയിൽ അരുൺ വേറെ ഏതോ ലോകത്താണ്.
അപ്പോൾ വഴക്കിടാൻ എന്തിരിക്കുന്നു? ദേവേട്ടൻ്റെ സ്വത്തുക്കളടക്കം എല്ലാം ഇപ്പോൾ എൻ്റെ കീഴിലാണെന്നും കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ തന്നെ ഇനിയും ഇന്ത്യപരം മുന്നോട്ട് പോവത്തുള്ളൂ എന്ന് അരുന്ധതി അവിടെ കട്ടായം പറഞ്ഞു. അത് കേട്ടപ്പോൾ മോഹിനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കാലശേഷം മഹാദേവന് ആൺകുട്ടികളില്ലാത്തതിനാൽ ഗൗതത്തിനും അതുപോലെ അവൻ്റെ ഭാര്യ പിങ്കിക്കുമായിരിക്കും എല്ലാ ചുമതലകളും എന്ന കാര്യവും പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് സഹിക്കുന്നില്ല, അതായത് ഈ മോഹിനിക്കും ഭർത്താവിനും. അപ്പോൾ ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ മകൻ നന്ദുവിന് അങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മോഹിനി മഹേശ്വരനെ നോക്കുക. ആ ശൃംഖല അങ്ങനെ തന്നെ അങ്ങ് നീണ്ടു പോകുമെന്നൊക്കെ പറഞ്ഞപ്പം കേട്ടല്ലോ ജഗന്നാഥേട്ടാ, ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല മോഹിനി, എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചേട്ടൻ ചോദിച്ചു അനിയനോട്. അല്ല വേറൊന്നുമല്ല, നന്ദു ഏതു വകുപ്പിലാണ് ഗൗതത്തിൻ്റെ മകനാകുന്നത് എന്ന് അനിയൻ ചേട്ടനോട് ചോദിക്കുക. അപ്പോൾ എടാ എന്ന് പറഞ്ഞു മഹേശ്വരൻ ഇങ്ങനെ വല്ലാതായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് അരുൺ ഇതിനകത്തൊന്നും ബാധകമല്ല. അരുൺ ആരോടും ഒന്നും മിണ്ടുന്നു പോലുമില്ല. അപ്പോൾ വകുപ്പും ചട്ടമൊന്നും ആരും അന്വേഷിക്കേണ്ട, എൻ്റെ മകൻ തന്നെയാണ് നന്ദു എന്ന് പറഞ്ഞു. നീ 10 പ്രാവശ്യം ഒരേ നുണ പറഞ്ഞാൽ നിനക്ക് തന്നെ തോന്നും അത് സത്യമാണെന്ന്. നന്ദുവിന് ഒരു പക്ഷെ അത് തോന്നിയേക്കും, പക്ഷേ ചുറ്റിനുള്ളവർക്ക് തോന്നേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടി ഇവിടെ പറയുക, ഈ സ്വത്തിൻ്റെ പിന്നീടുള്ള അവകാശം നന്ദു ആയിരിക്കുമെന്ന് പറയുമ്പം നിങ്ങളെല്ലാം കൂടി നന്ദുവിന് കൊടുത്തോ? സ്നേഹമോ പരിഗണനയോ പഠിത്തമോ വേണമെന്നുണ്ടെങ്കിൽ ജീവിക്കാനുള്ള മിനിമം സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തു. പക്ഷേ നടുവിൽ പിടിച്ചിരുത്തിയ സദ്യയുടെ മുൻപിൽ പങ്കു വിളമ്പുന്ന അല്ലെങ്കിൽ ഓഹരി വിൽക്കുമ്പോൾ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം അതെ, ഞങ്ങൾക്കുള്ളതെല്ലാം അവനുള്ളതാണ് എന്ന് മഹേശ്വരൻ അന്നേരം പറഞ്ഞു. അതെ, ഗൗതം മോൻ്റെ മകനായിട്ട് തന്നെയാണ് നന്ദമോനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, ഇനി അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കാണാനും പറ്റത്തുള്ളൂ എന്ന് ലക്ഷ്മിയും പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, പക്ഷേ ഈ തറവാട്ടിലെ രക്തത്തിൽ പിറന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ സ്വത്തും പണവും കൊടുക്കാമെന്ന് നിങ്ങൾ കരുതണ്ട എന്ന് മോഹിനി അങ്ങ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വായും പൊത്തി ലക്ഷ്മിയൊക്കെ അവിടെ ഇരിക്കും. അന്തം വിട്ടുപോയി ഈ മോഹിനി പറയുന്നത് കേട്ടിട്ടേ. എൻ്റെ രക്തം തന്നെയാണ് പച്ചവെള്ളവും മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചു. മോഹിനി അവിടെ ഇരുന്ന് ഇങ്ങനെ സ്വത്തിൻ്റെ കണക്ക് പറയാം. അപ്പോഴേക്കും നിർത്താൻ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അരുന്ധതി. ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ വേറൊന്നുമല്ല, ഈ തറവാടിൻ്റെ ശരിക്കുമുള്ള അനന്തരാവകാശി പിറക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന കാര്യം മോഹിനി അന്നേരം പറഞ്ഞു. അപ്പോഴാണ് അരുണിൻ്റെ ഭാവം മാറുന്നത്. അരുൺ ഇങ്ങനെ വരെ നോക്കുക. പെട്ടെന്ന് പവിത്രയ്ക്കും ടെൻഷനായി. അപ്പോൾ വിൽപ്പത്രത്തിൽ ഒരിക്കലും നന്ദൂട്ടൻ്റെ പേര് എഴുതി ചേർക്കരുതെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര വിഷയം ഉണ്ടാക്കും. അപ്പോഴേക്കും നിർത്തിക്കോളാൻ പറഞ്ഞു പിങ്കി. സ്വത്തിൻ്റെയോ പണത്തിൻ്റെയോ ഒന്നിൻ്റെയും പേരിൽ ഞങ്ങൾ ആരോടും ഒന്നിനും വഴക്കിനോ കാര്യത്തിനോ വരുന്നില്ല. വെറുതെ എന്തിനാ അവൻ ഇതിനകത്തേക്ക് വലിച്ചിടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പിങ്കി, ഞാനാണോ വലിച്ചിട്ടത്? സ്വത്ത് വീതം വയ്ക്കുന്ന കാര്യം പറയുമ്പോൾ നന്ദുവിനെ കക്ഷി ചേർക്കണ്ട, അവൻ ഇവിടുത്തെ രക്തമല്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിനെ വലിച്ചു കെട്ടി ഇവിടം വരെ കൊണ്ടുവന്ന് നിണ്ടാതിരുന്നിട്ട് ഇപ്പം നിന്ന് നാടകം കളിക്കുന്നു എന്നും ചോദിച്ചുകൊണ്ട് മോഹിനി അന്നേരം പിങ്കിയോട് ചോദിച്ചു. നിങ്ങൾ ആരും ഇനി ഇവിടെ ഒന്നും പറയണ്ട, എൻ്റെ തീരുമാനം അതെന്താണെന്ന് ഞാൻ പറയാമെന്ന് അരുന്ധതി ലാസ്റ്റ് അങ്ങ് പറഞ്ഞു. അരുന്ധതി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇതായിട്ടിങ്ങനെ ദേഷ്യത്തിൽ നമ്മുടെ അരുണും ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ആ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് ഇങ്ങനെ അവരങ്ങോട്ടേക്ക് ചെല്ലാം. അപ്പോൾ ഇതാരെതി കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് പറിച്ചെടുക്കുമെന്ന് തോന്നുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ തെടുതെടുതെടുതെടുതാന്ന് അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആരും തുറക്കണ്ട, ആരായാലും അകത്തേക്ക് കടത്തി വിടണ്ട എന്ന് അരുന്ധതിയുടെ വാക്ക്. പുറത്ത് നിന്ന് ചോദിച്ചിട്ട് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു ഈ അരുന്ധതി. ഗൗതം അന്നേരം ചെന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർമ്മലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം ഭയങ്കര കൊലിപ്പിച്ച് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. നിർമ്മല വന്നിരിക്കുന്നത് ഗൗതത്തിൻ്റെ മകളാണെന്നുള്ള സത്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തോടുകൂടി ആ ഇന്ത്യവരത്തിലെ ബോംബ് പൊട്ടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അടിപൊളി എപ്പിസോഡൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയും ചെയ്യുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.